അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നത് നമ്മളെ പ്ലീറ്റഡ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ 2ആയിട്ടാണ് മടക്കിയത്, നിങ്ങൾ 4ആയിട്ട് മടക്കിയിരുന്നു കേട്ടോ. ഞാൻ ഫ്രണ്ട് ഭാഗം ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്തായിരുന്നു. പിന്നെ ഷോൾഡർ 8 ഇഞ്ചാണ്, 8.25 ഇഞ്ചാണ് തയ്യൽ തുമ്പടക്കാൻ എടുത്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൈക്കൂലിൻ്റെ ഇറക്കം 9.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് അളവ് ഞാനിവിടെ 11 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതായത് 10 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നെഞ്ചളവിനാട്ടിയിലും 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അതായത് നമുക്ക് അതിനിടയ്ക്ക് ഒരു കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ് വന്ന് പിന്നെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ തയ്യൽ തുമ്പൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഇഞ്ച് കൂടുതൽ എടുക്കുക കേട്ടോ. നെഞ്ചളവ് എത്രയാണോ അതിനാട്ടിൽ 1 ഇഞ്ച് കൂടുതൽ. പിന്നെ നമ്മൾ ആ പ്ലീറ്റ് വരുന്ന ആ ഇറക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഹിപ്പിൻ്റെ ഇറക്കം 13.5 ഇഞ്ചാണ് എടുത്തത്. പിന്നെ ചെറിയ കുട്ടീൻ്റെ അളവ് 10 വയസ്സായ കുട്ടീൻ്റെ അളവിൽ ചെയ്യുമോ ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിനാണ് പോകുന്നത്. പക്ഷേ അളവുകൾ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അളവ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഈ അളവുകൾ നമ്മൾ ഷോൾഡർ കുട്ടികൾക്ക് ആണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഷോൾഡർ കുറക്കുക, അതായത് 10 ഇഞ്ച് എടുത്താൽ മതി. 10 ഹാഫ് 5 മാർക്ക് ചെയ്യുക. പിന്നെ കൈക്കുഴി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ പ്ലീറ്റ് കൊടുക്കുന്ന ഇറക്കൊരു 11 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ, അങ്ങനെ ഓരോതും മാർക്ക് ചെയ്താൽ മതി. ഈ ഒരു മെത്തേഡ് തന്നെയാണ്, പക്ഷേ അളവുകൾ കുറക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തൊക്കെ ഒന്ന് ലൈൻ വരച്ചിട്ടാണ് ഈ എത്ര ക്ലോത്ത് എടുക്കുന്നുണ്ട് അത്രയും വീതി ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത്രയും വീതിയൊന്നും ആവശ്യമില്ല. കറക്റ്റ് നമ്മൾ ആ ഒരു നിറവ് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തുണിയൊക്കെ ഉണ്ടായാൽ മതി. ചെറിയ ഷാൾ കൊണ്ടൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഈ ടോപ്പ്. അതായത് കൈക്കുഴിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 13.5 ഇഞ്ചാണ് എടുത്തത്. പക്ഷേ വലിയവർക്ക് ഒരു 15 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവിടെ പ്ലീറ്റ് വരുന്ന സ്ഥലം എന്താ പറയുക, ഏറ്റവും കുറക്കൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് കയറി നിന്നിട്ട്, നമ്മൾ ആലിയ കട്ടിനെ പോലെ കുറച്ച് കയറി നിന്നിട്ടാണ് എൻ്റെ നിറവ് വരുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 15 ഇഞ്ച് 14 ഇഞ്ചിലൊക്കെ എടുത്താൽ മതി കേട്ടോ. ഈ പ്ലീറ്റ് വരുന്ന ഇറക്കാണ് നമ്മളിവിടെ ഷേപ്പ് അളവായിട്ട് എടുത്തത്. ഷേപ്പ് അളവിൻ്റെ അവിടെ മാർക്ക് ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കാകുമ്പോൾ അവരനുസരിച്ച് എടുത്താൽ മതി. നിങ്ങൾ ഫ്രോക്കൊക്കെ ചെയ്യുന്ന അളവുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 10 ഇഞ്ച് വേണം. അപ്പോൾ അത് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഒരു 3.5-4 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ വരുമ്പോൾ ബ്രസ്റ്റ് ടു ബ്രസ്റ്റ്, അത് ബീബീൻ്റെ അളവ് എടുക്കുമല്ലോ, ആ ഒരു അളവ് എടുത്താൽ മതി, വെച്ചിട്ട് ചെയ്താൽ മതി. എന്നാൽ കറക്റ്റ് ആ ഒരു നിറവ് കറക്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ഈ സൈസിൽ ചെയ്യുമ്പം 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നവരുണ്ടാവും. തടിയില്ലാത്തവരാണെങ്കിൽ ഒരു 4.5 ഇഞ്ചൊക്കെ ഇവിടെ മാർക്ക് ചെയ്താൽ മതി. തടിയുള്ളവരാണെങ്കിൽ എന്താ പറയുക, ഒരു 5 ഇഞ്ച് 5.5 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്കാണെങ്കിലല്ലേ 3.5 ഇഞ്ച് 4 ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്താൽ മതി. കുട്ടികൾക്ക് അധികം എന്താ പറയുക വൈഡായിട്ട് നിന്ന് പിന്നെ ആ നിറവ് കാണൂല, കുറച്ചുകൂടി സൈഡിലോട്ട് പോകും. അപ്പോൾ കുറച്ച് നിറവ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങോട്ട് കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതതിന് ഞാൻ കട്ട് ചെയ്യാണ്. ഇപ്പോൾ ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെഞ്ചളവിൻ്റെ കൂടെ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ എന്തായാലും മസ്റ്റായിട്ട് കൂട്ടിയെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു 1/4 ഇഞ്ചൊന്നും കൂട്ടിയെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പൊക്കെ ഏറിപ്പോയാൽ ഇത് കൊള്ളാതെ വരും. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ ഇട്ടിട്ട് തന്നെ ചെയ്യണം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ. അങ്ങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് ഏറെടുത്തില്ലെങ്കിൽ വരുന്ന ഇതൊക്കെ. അപ്പം ഒന്നൊന്ന് ചെയ്ത് നോക്കുക റഫായിട്ട്, എന്നിട്ട് പുതിയലൊക്കെ ചെയ്താൽ മതി ബിഗ്നേഴ്സിന് കേട്ടോ. അതാ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇറക്കം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തില്ല. അതിപ്പോൾ ഞാൻ 48 ഇഞ്ചുണ്ട് ഇറക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അത് പിന്നെ 2.5 മീറ്റർ തുണിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ടോപ്പ് അടിക്കാൻ വേണ്ടി വാങ്ങിയതല്ലായിരുന്നു. അപ്പോൾ എലൈൻ ടോപ്പ് അടിക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുള്ളായിരുന്നു. പ്ലീറ്റ് വരുമ്പോൾ പക്ഷേ സ്ലീവിന് കുറച്ച് ഇറക്കം കുറഞ്ഞെന്നുള്ളൂ. അത് നമുക്ക് ഹാൻഡ് സോക്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പ് തന്നെ ചെയ്തു കേട്ടോ. അതെങ്ങനെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഇനി ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് സ്ലീവ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ കട്ടിങ് കാണിച്ചു തരാം കേട്ടോ. അതാ ഈ ഒരു സംഭവം. ഇനി ഇതെന്ത് ഈ പ്ലീറ്റ് ഇടാണ് വേണ്ടത്. പ്ലീറ്റ് ഇടുന്നത് ശ്രദ്ധിക്കാണ്ട് കേട്ടോ. പ്ലീറ്റ് രണ്ടും ഭാഗം ഒരേ ഭാഗത്തോട്ട് വരണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു ഭാഗം ചെയ്ത് നോക്കിയിട്ട് അടുത്ത ഭാഗം ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഇതൊന്ന് പ്ലീറ്റ് ഇട്ട് വരാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു ബോഡി പാർട്ടിൻ്റെ ഒരു പീസിൻ്റെ നല്ല വശം മുകൾക്കാക്കി വെച്ചു.
ഇത് എന്താ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പിഴവ് വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരാതെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വീഡിയോ ഫുള്ളായിട്ട് കാണിട്ടോ. അപ്പോൾ അതാ ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല വശമാണ് ഒരുമിച്ച് വെക്കേണ്ടത് കേട്ടോ. പ്രിൻ്റൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് വേഗം മനസ്സിലാവും. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു സ്ക്രൂ ഡ്രൈവർ അധികം ഉപയോഗിച്ചിട്ട് നിൽക്കുന്ന പ്ലീറ്റ്, നമ്മുടെ പ്ലീറ്റ് ആയിട്ടാണ് ഇടുന്നത്. അതാണ് പ്രില്ല് പോലെയല്ല കേട്ടോ, നൂല് വലിക്കല്ല ചെയ്യുന്നത്, പ്ലീറ്റാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആദ്യം വെച്ച് നോക്കി നമ്മൾ പ്ലീറ്റ് ഓരോന്നും എടുത്തിട്ട്, അപ്പം മുട്ട് സൂചിയൊക്കെ വെച്ചിട്ട് കുത്തി കൊടുക്കണമെങ്കിൽ അതൊക്കെ വെച്ച് കുത്തി വെച്ചിട്ട് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. തികയാതെ വരും, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നതിന്. ഞാനല്ല ഒരൊറ്റ സ്റ്റിച്ച് അവിടെ ആദ്യം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒരു സ്റ്റിച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഫുള്ളിങ്ങനെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പ്ലീറ്റ് നിറഞ്ഞു വെക്കുകയാണ്. വെച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. അല്ലാതെ നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് പോയി പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ പ്ലീറ്റ് തികയാതെ വരും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക. ഇനി മുട്ട് സൂചിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കുത്തി നോക്കുക. അതെല്ലാം നൂല് അടിച്ചിട്ട് വലിക്കുകയാണെങ്കിൽ അത് അടിച്ച് വലിച്ചിട്ട് ഇതിന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതൊന്നും കൂടെ ഈസിയാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ പ്ലീറ്റ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന പ്ലീറ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ സാവധാനം ചെയ്യട്ടോ. നമ്മൾ എന്താ ഇതിലൊക്കെ സ്പീഡ് കൂട്ടിയൊക്കെ കാണിക്കും. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു എന്തൊരു ഈസിയാണ്, പക്ഷേ സാവധാനം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നിറവിടുന്നത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ട് കേട്ടോ. ഈ നമ്മളെ ഈ സൈഡിലേക്ക് വരുന്നിടത്ത് 1 ഇഞ്ചും ഓപ്പോസിറ്റ് സൈഡിൽ 1/2 ഇഞ്ചും, അതായത് ഇപ്പം ഇപ്പുറത്താണെങ്കിൽ 1 ഇഞ്ച് മതി, നമ്മളവിടെ ജോയിൻ്റ് ചെയ്യുന്ന നമുക്ക് 1/2 ഇഞ്ച് മതിയല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ രണ്ടിനും നല്ല വശങ്ങൾ ഒരുമിച്ച് വെക്കുക കേട്ടോ. ആ സെൻറ്ററിൽ കൊടുത്ത പീസ് ഉണ്ടല്ലോ നമ്മൾ, ആ പീസാണിത്. ആ പീസും നമ്മളിപ്പോൾ നിറവിട്ട പീസും കൂടെ നല്ല വശം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ 1/2 ഇഞ്ച് തന്നെ, അതല്ല 1/4 ഇഞ്ച് എടുത്തതുണ്ടെങ്കിൽ 1/4 ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഇനി ഓപ്പോസിറ്റ് സൈഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിറവിട്ട് വെച്ചു കേട്ടോ. മറ്റേ പീസിന് അടുത്ത പീസ് ഞാൻ നിറവിട്ട് വെച്ചിരുന്നു. അപ്പോൾ വെച്ചാണ്ട് ഞാൻ വെച്ച് നോക്കുമ്പോഴാണ് മിസ്റ്റേക്ക് മനസ്സിലായത്. കണ്ടോ, ഇതിൻ്റെ ചീത്ത വശങ്ങളാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഇത് ഞാൻ അയച്ചെടുക്കണം. ഇത് പ്ലെയിൻ തുണി ആയതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു, രണ്ടും നിറവിട്ടാണ് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതാ ഞാൻ അയച്ചെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് നോക്കുക. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വെച്ച് നോക്കിയിട്ട് താഴത്തെ തുണി വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നിറവിട്ട് കൊടുക്കുക. വെള്ളം ഇതേപോലെ വെക്കുക. ഇങ്ങനെ അപ്പോൾ മനസ്സിലാവും ചീത്ത വശം ഏതാണ്. അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിടണം നോക്കിയാണ്ടൊക്കെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്താ പറയുക, ഫസ്റ്റ് രണ്ടൊരു പ്ലേറ്റ് ഇട്ട് വെച്ചു, അതിന് ശേഷമാണ് നോക്കുന്നത്. അപ്പോഴാണ് ഇത്. അതേപോലെ തന്നെ ഈ പ്ലേറ്റ് ഏത് ഭാഗത്തേക്കാണോ ഒരു വശത്ത് വന്ന് അതേ സൈഡിൽ തന്നെ അടുത്തതും വരണം കേട്ടോ. അതായത് രണ്ടും സെൻറ്റർ ഭാഗത്തോട്ട് ഇങ്ങനെ വരുന്ന രീതിക്ക് പ്ലേറ്റ് വരണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പം എന്താ പറയുക, ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാനാകുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കണമൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ഭാഗം നിറവിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സെൻറ്റർ പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ നമുക്ക് ഇറക്കം കുറച്ച് ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവിന് ഞാൻ ആ ഒരു പീസായിരുന്നു, അത് ഞാനിങ്ങനെ 4 പീസ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ നല്ല കോൺവെർട്ടിലാണ് ഈ തുണി കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ ആ ഒരു മുകൾ വശം ഞാനൊന്ന് ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരുമിച്ചിടണം കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കോൺവെർട്ടിലെ തുണിയാകുമ്പോൾ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുമിച്ചിട്ട് അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഈ കൈക്കുഴി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അളവ് നോക്കണം കേട്ടോ. നിങ്ങൾ അളവൊക്കെ ഇല്ലെന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അത് നോക്കിയാൽ മതി, നിങ്ങൾ കൈക്കുഴീൻ്റെ കറക്റ്റ് അളവില്ല. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡാക്കിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വശത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അളവിനെടുക്കുക. ഇനി ഈ എന്താ പറയുക, ഈ വേസ്റ്റ് വന്ന ഈ തുണിയാണ് ഞാൻ ഇറക്കം കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കുന്നത്. എനിക്ക് 15 ഇഞ്ചാണ് ഇറക്കം കിട്ടിയിട്ടുള്ളൂ. ഹാഫ് 3/4 വരില്ല, പക്ഷെ അതിൻ്റെ ഒരു ഇതിലാണ് കുറച്ചൊരു കുറവുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത പീസ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതാക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അതിൽ കുറച്ച് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷമാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതും ബാക്കി ചെയ്യുന്നതൊക്കെ. പിന്നെ ഒന്നുമില്ല, സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക, സൈഡ് കൂട്ടി കൊടുക്കുക. അല്ലാതെ ഒരു റിസ്ക് ഇല്ലതിന് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇറക്കം എനിക്ക് 15 ഇഞ്ച് കിട്ടുന്നുണ്ട്.
അപ്പോൾ അത് ഓക്കെ, നോർമലി ഒരു സ്ലീവിൻ്റെ ഇറക്കമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേറെ നിങ്ങൾക്ക് ഫുൾ സ്ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 മീറ്റർ തുണി എടുത്താൽ മതി. ഈ എംബ്രോയ്ഡറി കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യമൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.